Hello. Welcome to market discussion of the day. Today, November 18, 2025, Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച്. ഇതിൻ്റെ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ടാണ് ഈ ഒരു ക്ലാസ് നടക്കുന്നത്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയയ്ക്കുക. സോ അടുത്ത ബാച്ച് അടുത്ത ആഴ്ചയായിട്ടായിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നലെ തുടങ്ങിയ ക്ലാസ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. സോ വേണമെന്നുള്ള ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതുമാണ്. ഓക്കെ, സോ ഒരേ ഒരു റിക്വസ്റ്റ് എന്താ വെച്ചാൽ രാത്രി ഈ സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ 7:30 മണിക്കും 10:30 മണിക്കും ഇന്ത്യൻ ടൈമിങ്ങിൽ ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക എന്നുള്ളത് എൻ്റെ റിക്വസ്റ്റ് മാത്രമാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്സ്. നമ്മൾ ഈ ആഴ്ച പറഞ്ഞതാണ്, ഈ ആഴ്ച പ്രത്യേകിച്ച് വലിയ ഫണ്ടമെൻ്റൽസ് ഒന്നും തന്നെ ഇല്ല. സോ അതുകൊണ്ടിട്ട് തന്നെ ഇന്ന് പ്രത്യേകിച്ച് ഒരു ഫണ്ടമെൻ്റൽ ന്യൂസും ഇല്ല എന്നുള്ളൊരു കാര്യം, കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവാണ്. പക്ഷേ നാളെ നമുക്ക് രാവിലെ 7 മണിക്ക് CPIയുടെ ന്യൂസ് വരുന്നുണ്ട്. GBPയെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന CPIയുടെ ന്യൂസ് വരുന്നുണ്ട്. അതാണ് നാളത്തെ ന്യൂസ്. നാളെ രാവിലെ 10 മണിക്ക് യൂറോ സോണിൽ നിന്നും CPIയുടെ ന്യൂസ് വരുന്നുണ്ട്. വൈകുന്നേരം 3:30 മണിക്ക് എല്ലാ ആഴ്ചയിലും ബുധനാഴ്ച വരുന്നത് പോലത്തുള്ള ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിൻ്റെ ന്യൂസും വരുന്നുണ്ട്. സോ ഇതാണ് നാളത്തെ മെയിനായിട്ടുള്ള ന്യൂസുകൾ. സോ നാളെ യൂറോയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരും GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരും ഈ ഒരു ടൈമിങ്ങിൽ ഒന്ന് ശ്രദ്ധിച്ച് പോവുക. മാറി നിൽക്കാൻ പറ്റുവാണെങ്കിൽ മാറി നിൽക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്നെടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. എന്താ പറയുക, നമ്മുടെ ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗോൾഡിലോട്ട് തന്നെ പോവാം. ഗോൾഡ് ഇന്നലെ വലിയൊരു മൂവ്മെൻറ്റ്, ഓൾമോസ്റ്റ് ഒരു 1000 പിപ്സിൻ്റെ മൂവ്മെൻറ്റാണ് ഇന്നലെ നടന്നിട്ടുള്ളത്. ഇതൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. സോ ഇന്നലെ നമുക്ക് അറിയാം, ഇന്നലെ ഓൾമോസ്റ്റ് 4060 നിന്ന് ഇവിടുത്തെ ഒരു 7 മണിക്കുള്ള ടൈമിങ്ങിൽ, 7 മണി എന്ന് പറയുമ്പോൾ അവിടെ രാത്രിയാണ്. ഓക്കെ, ഓൾമോസ്റ്റ് 4007 വരെ, 4060 നിന്ന് ഒറ്റ ക്യാൻഡിൽ 4007 വരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഞാൻ പറഞ്ഞ ഒരു ഓപ്പർച്യൂണിറ്റി 4030 പക്ഷേ അത് ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. കാരണം ഞാൻ പറഞ്ഞത് എന്താണ്, നമ്മളുടെ എല്ലാ മാർക്കറ്റ് ടൈമിങ്, ഈവൻ യൂറോപ്പും ക്ലോസ് ആയ സമയത്തായിരുന്നു ഈ ഒരു പർട്ടിക്കുലർ ന്യൂസ് വന്നിട്ടുള്ളത്. അതുകൊണ്ടിട്ട് ആ ഒരു സമയത്ത് ബേസിക്കലി ഒരു ഓപ്പർച്യൂണിറ്റി എടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ എന്നിരുന്നാലും 4030 എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഞാൻ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് $4025 ആയിരുന്നു അല്ലേ. സോ അത് ഹിറ്റായിട്ടില്ല. അത് പിന്നീട് മുകളിലോട്ട് പോയി 4055 വരെ മാർക്കറ്റ് എത്തിയിട്ടുമുണ്ട്. ഇപ്പം മാർക്കറ്റ് 4038 നിൽക്കുകയും ചെയ്യുന്നു. ഓക്കെ, സോ ആ ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് ഉണ്ടായിട്ടുമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ ഇന്ന് നമുക്ക് 4040 അവിടെ നിൽക്കുന്നു. 4030 എന്താ പറയുക, ഇന്നും മാർക്കറ്റ് ഒന്ന് 4055 വരെ പോയിട്ട് പിന്നീട് താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നീട് മാർക്കറ്റ് റീട്രേസ് ആയി 3997-98 വരെയൊക്കെ മാർക്കറ്റ് വന്നിട്ട് ഇപ്പോൾ 4041 മാർക്കറ്റ് നിൽക്കുകയും ചെയ്യുന്നു. സോ ഇവിടുന്ന് എന്ത് എന്നുള്ളൊരു കാര്യത്തിനകത്ത് ഞാനും കൺഫ്യൂസ്ഡ് ആണ് ആക്ച്വലി. തൽക്കാലത്തേക്ക് ഗോൾഡിൽ ട്രേഡ് ചെയ്യാതിരിക്കുന്നത് തന്നെ ആയിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞ് പോകാനായിട്ടുള്ളത്. കാരണം മാർക്കറ്റ് ഭയങ്കര വോളറ്റൈലാണ്. ഓക്കെ, പൊളിറ്റിക്കലായിട്ട് എന്തൊരു ന്യൂസ് വന്നു കഴിഞ്ഞാലും ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നത് ഗോൾഡിലാണ് എന്നുള്ളൊരു കാര്യം ആണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് കാലമായിട്ട് സത്യം പറഞ്ഞാൽ ഗോൾഡിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഗോൾഡിൽ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് വീണ്ടും നമുക്ക് 4000 അടുത്ത് വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ ലോട്ട് സൈസ് എടുത്ത് നമുക്ക് ട്രേഡിംഗ് ചെയ്ത് പോകാവുന്നതുമാണ്. $25 എങ്കിലും സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, 4000 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ അതാണ് ഗോൾഡിലുള്ള ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഇന്ന് പറഞ്ഞു തരാനായിട്ടുള്ളത്. മാക്സിമം മാർക്കറ്റിൽ നിന്ന് ഒഴിവായിട്ട് നിൽക്കുക. നമ്മൾ ട്രേഡിംഗ് പഠിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണ്, ട്രേഡിങ്ങിനകത്ത് നിന്ന് എപ്പോൾ മാറി നിൽക്കണം എന്ന് നമ്മൾ പഠിക്കുന്നതാണ്. സോ ബേസിക്കലി നമുക്ക് എല്ലാ കറൻസീസും നല്ല ഓപ്പർച്യൂണിറ്റീസ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. കറൻസീസിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ JPYയിലോട്ട് വരാൻ നേരത്ത് ഇന്നലെ വെറും നാരോ മൂവ്മെൻ്റ് ആയിരുന്നു JPYയിൽ ഉണ്ടായിരുന്നത്. 155 അവിടെ
സപ്പോർട്ട് മാർക്കറ്റ് എടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായി. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 155 അവിടെ നിന്ന് 155.1 155 റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ 154.40 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി എടുക്കാവുന്നതാണ്. 156 വരെയൊക്കെ നമ്മൾ ഈ ഒരു 156 അടുത്ത് 155.8 155.9 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും ടേക്ക് പ്രോഫിറ്റ് നമ്മൾ എടുത്ത് പോകേണ്ടത്. ഓക്കെ, സോ അതാണ് JPYയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഫുൾ, അതായത് പാർഷ്യലി ബൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഒരു ലോട്ട് ചെയ്യുന്ന ആൾക്കാർ 0.5 ലോട്ട് 0.1 ലോട്ട് ചെയ്യുന്ന ആൾക്കാർ 0.05 ലോട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കാരണം പ്രോപ്പറായിട്ടുള്ളൊരു ബൈ ഓപ്പർച്യൂണിറ്റി നമുക്ക് വരുന്നത് 154 സോ 154 അവിടെ എടുക്കുന്ന ആൾക്കാർ 153.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസും വെക്കണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം യൂറോ 1.15884 നിൽക്കുന്നു. ഓക്കെ, സോ നമുക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി 1.1500 തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1.1500 വരെ എത്താനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ടിട്ട് തന്നെ 1.1550 നമുക്ക് എൻ്റർ ആവുന്നതാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ പകുതി ലോട്ട്, ഒരു ലോട്ട് ചെയ്യുന്ന ആൾക്കാർ 0.5 ലോട്ട് 0.1 ലോട്ട് ചെയ്യുന്ന ആൾക്കാർ 0.05 ലോട്ട് എടുത്തിട്ട് 1.1550 ബൈ ചെയ്യാം. 1.1500 കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നും ബൈ ചെയ്യാം. ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് 1.1480 അവിടെ വെക്കാം. ഇല്ല എന്നുള്ള ആൾക്കാർക്ക് 1.1480 താഴെ വെക്കാം. ഇല്ല എന്നുള്ള ആൾക്കാർ സേഫായിട്ട് വെക്കണം എന്നുള്ള ആൾക്കാർക്ക് 1.1440 താഴെയും സ്റ്റോപ്പ് ലോസ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, നേരെ നമ്മളുടെ GBPയിലോട്ട് വരുമ്പോൾ GBP 1.3156 നിൽക്കുന്നു. സോ നമുക്ക് GBP അറിയാം 1.3140 നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ചെറിയൊരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. അതും പകുതിയായിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. 1.3140 നമുക്ക് പകുതി, അതായത് പാർഷ്യലി ബൈ ചെയ്യാം. 1.3100 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയും ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ആൾക്കാർക്ക് 1.3080 താഴെയായിട്ട് വെക്കാം. ഇല്ലാത്തുള്ള ആൾക്കാർക്ക് 1.3040 സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് 1.3190 1.3200 അടുത്തൊക്കെ ആയിട്ട് ടേക്ക് പ്രോഫിറ്റും വെച്ച് പോകാവുന്നതാണ് എന്നുള്ളതാണ് എനിക്ക് GBPയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക്കലി ഇന്ന് എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് എടുത്ത് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. ബേസിക്കലി ഗോൾഡിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. മാറി നിൽക്കണം എന്നുള്ള ആൾക്കാർക്ക്, വേണം എന്നുള്ള ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. സോ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ റെഗുലേഷൻ തന്നെയാണ്. സോ റെഗുലേഷൻ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ASICയുടെ റെഗുലേഷൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് UAE ബേസ് ചെയ്തിട്ടുള്ള സ്കാഡർ റെഗുലേഷൻ, UK ബേസ് ചെയ്തിട്ടുള്ള FCയുടെ റെഗുലേഷൻ, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് റെഗുലേഷൻസ് ആണ്. അതിൻ്റെ കൂടെ അഡീഷണലി നമുക്ക് ASIC, ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASICയുടെ റെഗുലേഷനും സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള FSCയുടെ റെഗുലേഷനും ഉള്ളൊരു ബ്രോക്കറാണ്. STP അക്കൗണ്ടും ECN അക്കൗണ്ടും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടൈറ്റ് ആയിട്ടുള്ള സ്പ്രെഡും അതേപോലെ തന്നെ സ്വാപ്പ് ഫ്രീ അക്കൗണ്ട്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ നോക്കി ചൂസ് ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ, വിഡ്രോവൽസും ഡെപ്പോസിറ്റും എല്ലാം നല്ല രീതിയിൽ ഫാസ്റ്റാണ്. മിക്കവാറും അന്നത്തെ ദിവസം തന്നെ കിട്ടും. മാക്സിമം ഒരു ദിവസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് പൈസ വരികയും ചെയ്യും. ഓക്കെ, സോ ഏറ്റവും ക്യാച്ചി ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇവരുടെ ഡെപ്പോസിറ്റ് ബോണസ് ആണ്. സോ UK ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ യൂറോപ്പ് ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് 100% ബോണസ്, ആദ്യത്തെ $1000 100% ബോണസ്. 1000 ഇടുന്ന ആൾക്കാർക്ക് $1000 തന്നെ ട്രേഡ് ചെയ്യാൻ കിട്ടും എന്നുള്ളതാണ്. $2000 ട്രേഡ് ചെയ്യാൻ എന്നുള്ളതാണ് അവിടുത്തെ ഒരു ബോണസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കി എത്ര രൂപയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും കിട്ടും. അതിൻ്റെ കൂടെ സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റ് എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസ് കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. പക്ഷേ ഉള്ളൊരു കുഴപ്പം എന്താ വെച്ചാൽ നമ്മളിത് ഡിസംബർ 31 വരെയാണ് ഈ ഒരു ബോണസ് പ്രോഗ്രാം ഉള്ളത്. അതിന് മുന്നേ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ഇത് കിട്ടുന്നത്. സോ ഇന്ത്യൻ ക്ലയൻസ് അല്ലെങ്കിൽ UAE ക്ലയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ലോകത്തുള്ള ബാക്കിയുള്ള സ്ഥലത്തുള്ള ആൾക്കാർക്ക് ഫസ്റ്റ് ഡെപ്പോസിറ്റിന് 100% ഇല്ല. $500 50% ബോണസ് ആണ് ഇവർ കൊടുക്കുന്നത്. സബ്സിക്വൻറ്റ് ബാക്കി എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20%, അതായത് ഒരു $1000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് $1350 ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റ് എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നോ അപ്പോഴൊക്കെ 20% ബോണസ് കമ്പനി തരികയും ചെയ്യും. അതൊരു അഡീഷണൽ ബോണസ് ആയിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിൽ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. സോ എന്താ പറയുക,
ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ എടുത്ത് എനിക്ക് കോൺടാക്ട് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.